അൽഹാകുമുത് തകാസുർ, തകാസുർ നിങ്ങളെ ജോലിയാക്കിയ ദിക്റില്ല. അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് നിസ്കാരം മുടങ്ങി, ദിക്റിന്റെ സദസ്സ് മുടങ്ങി, സ്വലാത്തിന്റെ സദസ്സ് മുടങ്ങി. എന്തേ? ഒരു ഏർപ്പാടിന് പോയിട്ടത് ശരിയായില്ലാന്നാ. ഏർപ്പാട് കൊണ്ട് എന്തെല്ലാമാണ് മുടങ്ങുന്നത്, എന്തെല്ലാം സഹോദരങ്ങളെ നമുക്ക് മുടങ്ങിപ്പോകുന്നത്. വാനിൽ വാജിബാത്ത്, നിർബന്ധങ്ങൾ മുടങ്ങി. തിരക്കൊക്കെ വരുന്നു, തിരക്കോട് തിരക്ക് വരുന്നു. റമളാനിന്റെ അവസാനത്തിൽ ഷോപ്പിൽ വല്ലാത്ത തിരക്കാണ്. അതുകൊണ്ട് ഇന്ന് റമളാൻ ആയതുകൊണ്ട് ളുഹറും കിട്ടിയിട്ടില്ല, അസുറും കിട്ടിയില്ല, മഗ്രിബും കിട്ടിയിട്ടില്ല. വാജിബാത്തൊക്കെ മുടങ്ങി. വാനിൽ മന്ദൂബാത്തി, സുന്നത്തുകളും മുടങ്ങി. ഫിൽ മാരിഫത്തി വത്വാഅത്തി വത്തഫക്കുരി വത്തദബ്ബുരി, അറിവിലും അമലിലും ആക്റ്റീവായി ചെയ്യുന്നതിലും ചിന്തിക്കുന്നിടത്തും മനസ്സിലാക്കുന്നിടത്തും നിർബന്ധപരവും സുന്നത്തായ പരങ്ങളുമായ ഒരുപാട് കാര്യങ്ങൾ മുടങ്ങി. എന്തുകൊണ്ടാ മുടങ്ങിയത്? തകാസുർ കൊണ്ട്. സാമ്പത്തിക പെരുപ്പം മാത്രം ആഗ്രഹിച്ചിട്ട് ഫർളും സുന്നത്തും പലതും മുടങ്ങിപ്പോയി. ആ വർധനവിന്റെ അലച്ചയുടെ ചിന്തയിൽ നിന്നൊരു മാറ്റം കിട്ടണമോ? നമുക്ക് അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞു തരുന്നൊരു മരുന്നാണ് ഹത്താ സുർതുമുൽ മഖാബിർ. ദുനിയാവിന്റെ അലച്ച മാറണോ? ഇടക്കിടക്ക് മഖ്ബറ സിയാറത്ത് ചെയ്യണം. ഖബർ സിയാറത്തിനെ പറ്റി ഖുർആനിൽ ആകെ ഒരു ആയത്തെ വന്നിട്ടുള്ളതാണിത്. ഹത്താ സുർതുമുൽ മഖാബിർ, ഇടക്കിടക്ക് മഖ്ബറകളിൽ ചെന്ന് സിയാറത്ത് ചെയ്യണം. അങ്ങനെ സിയാറത്ത് ചെയ്യുമ്പോ മനസ്സിന് നല്ല മാറ്റം വരും, മനസ്സിന് നല്ല ചിന്ത വരും. അതേ, മരിച്ചവരായ ആളുകളുടെ അടുത്ത് പോയിട്ട് നന്നായി സിയാറത്ത് ചെയ്യുന്ന സമയത്ത് മനുഷ്യനതാ വല്ലാത്ത മാറ്റം വരുന്നു. ഖൽബിനല്ലേ വലിയ മാറ്റം വരേണ്ടത്. സിയാറത്തുൽ ഖുബൂർ മിൻ ആലമിദ് ദവാഇലിൽ ഖൽബിൽ ഖാസി. മരവിച്ച മനസ്സ് നന്നായി കിട്ടാൻ ഏറ്റവും വലിയ ചികിത്സയാണ് ഖബർ സിയാറത്ത്. കാരണം സിയാറത്തിന്റെ നേട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലിഅന്നഹാ തുദക്കിറുൽ ആഖിറ. ഖബർ സിയാറത്ത് അത് ആഖിറത്തെ ഓർമ്മിപ്പിക്കും. തുസഖിദുക്കും ഫിദ് ദുനിയാ, ദുനിയാവിൽ നിങ്ങൾക്ക് ത്യാഗം നൽകും. വതുറഖിബുക്കും ഫിൽ ആഖിറ, ആഖിറത്തിൽ നിങ്ങളെ പ്രേരിപ്പിക്കും. പടച്ചോനെ, കിടക്കുന്ന ആള് ആരാണ്? കോഴിക്കോട് ടൗണിലെ ഏറ്റവും നമ്പർ 1 മുതലാളിയാണ്. എത്ര വലിയ കൊട്ടാരത്തിൽ സുഖിച്ച് ജീവിച്ച ആളാണ്. പക്ഷേ കിടക്കുന്നത് മണ്ണറയിലാണ്. നാളെ എനിക്കും വരാനുള്ളത് പോലെ 6 അടി മണ്ണാണ്. ഒരു പക്ഷേ ഇയാളുടെ സമീപത്താണ്. അപ്പുറത്ത് കിടക്കുന്ന ഒഴിവ് സ്ഥലത്തേക്ക് ഇനി ഞാനായിരിക്കും ആദ്യം വരാനുള്ളത്. സിയാറത്തിന്റെ വേളയിൽ നല്ല ചിന്ത. ആ ചിന്ത കൊണ്ട് മനുഷ്യന് ആഗ്രഹങ്ങൾ കുറഞ്ഞു കിട്ടുന്നു. ദുനിയാവിൽ ത്യാഗം വരുന്നു, അതുപോലെ തന്നെ താല്പര്യങ്ങൾ വരുന്നു. ഇതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ സിയാറത്ത് മുടക്കിയിരുന്നു. കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ. ചിലർ ആ ഹദീസ് മാത്രം ഒന്നും ബാക്കി ഓതൂല. ഖബർ സിയാറത്ത് ഞാൻ നിങ്ങൾക്ക് വിലക്കിയിട്ടുണ്ട്, നേരത്തെ വിലക്കിയിരുന്നു. കാരണം നേരത്തെ ഖബർ സിയാറത്തിന് പോകുന്ന ആളുകൾക്ക് തൗഹീദും ഷിർക്കും ഒക്കെ വേർതിരിച്ച് നല്ലോണം മനസ്സിലാകാൻ വേണ്ടിയിട്ട് തൽക്കാലം ഒരു സ്റ്റോപ്പ് ചെയ്തിരുന്നു. അവർക്ക് ഈമാനികമായിട്ട് നല്ല ഊർജം കിട്ടാൻ. പിന്നെ അവർക്ക് തൗഹീദ് എന്താണ്, ഷിർക്ക് എന്താണ് എന്ന് ശരിക്ക് വേർതിരിച്ച് മനസ്സിലായപ്പോൾ ഇനി ഖബറിന്റെ അടുത്ത് എങ്ങനെ പോയി ചോദിച്ചാലും ഷിർക്ക് വരൂല. ആ തരത്തിൽ അവർ തൗഹീദ് ഉൾക്കൊണ്ടു. അപ്പൊ തങ്ങൾ പറഞ്ഞു ഫസൂറുഹാ, ഇനി നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തോളൂ. കാരണം നിങ്ങൾ അതിനുള്ള അറിവൊക്കെ നിങ്ങൾ നേടി. അത് നേടും വരെ നിങ്ങൾക്കൊരു വിലക്കുണ്ടായിരുന്നു. അല്ല മൊത്തമായിട്ടൊരു കാലത്ത് പോകാൻ പാടില്ല എന്നല്ല. ഏറ്റവും അധികം സിയാറത്ത് ചെയ്ത് പഠിപ്പിച്ച നേതാവാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ഉപ്പാന്റെ ഉമ്മാന്റെ ഖബറിന്റെ അടുത്തൊന്ന് പോയാൽ വെറുതൊരു സലാം പറഞ്ഞു പോരരുത്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഓരോ ഖബർ സിയാറത്ത് കൊണ്ടും സുഹൃദ് ലഭിക്കണം. സഹോദരന്മാരെ, സുഹൃദ് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നിന്ന് സമ്പത്തൊന്നും തീരെ ഇല്ലാതെ, ഒരു സമ്പത്തും ഇല്ലാതെ നമ്മളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലഞ്ഞും തിരിഞ്ഞും നടക്കാന്നല്ല. എന്താ സുഹൃദ് എന്ന് പറഞ്ഞാൽ? വസ്ഹദ് വദാ ഫഖുദുൻ ഇലാ ഖത ഖൽബിക ബിൽ മാലി ലാ ഫഖുദുൽ ലഹു തഖഅഖലാ. സുഹൃദ് എന്ന് പറഞ്ഞാല് സമ്പത്തിനോടുള്ള അരച്ചയില്ലേ,
വിട്ടുപിരിയാത്തൊരു ബന്ധമില്ലേ? ഊണിലും ഉറക്കത്തിലും എവിടെയായെങ്കിലും നിന്റെ മനസ്സിൽ അതിന്റെ ടെൻഷനും ചിന്തയും വരുന്നില്ലേ? അതൊന്ന് തേഞ്ഞുമാഞ്ഞു പോകലാണ്. ലാ ഫഖ്ദുല്ലഹു, സമ്പത്ത് തീരെ ഇല്ലാതെയാക എന്നതല്ല സുഹൃത്. പിന്നെ സമ്പത്തിനോട് വിട്ടുപിരിയാത്തൊരു കണക്ഷൻ ഇല്ലേ? ആ കണക്ഷൻ അങ്ങ് നിർത്തുക. ആവശ്യത്തിന് അല്ല തരും, ഇപ്പൊ തന്നിട്ടുണ്ട്, ഇനിയും തരും. ആ ഒരു ചിന്തയോടുകൂടെ മുന്നോട്ടങ്ങ് നീങ്ങുക. അധ്വാനങ്ങൾ പരിമിതിപ്പെടുത്തുക, നല്ല അധ്വാനങ്ങൾ നടത്തുകയും ചെയ്യുക. തീരെ സമ്പത്ത് ഇല്ലാതെയാക എന്നതല്ല സുഹൃത്. സുഹൃത് നല്ലൊരു സ്ഥാനമാണ്. ആ സുഹൃദിന് കാരണമാണ് ഖബർ സിയാറത്ത്. മനസ്സിന്റെ ചികിത്സക്ക് ഏറ്റവും നല്ലതാണ്. അള്ളാഹുവിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ഏറ്റവും നല്ലതാണ്. അതുകൊണ്ടാണല്ലോ ഔലിയാക്കൾ എത്ര സിയാറത്ത് പെരുപ്പിച്ചവരാണ്. ഔലിയാക്കളിൽ വലിയ മഹാനല്ലേ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു. സ്വഹാബത്ത് കഴിഞ്ഞാൽ താബിഉകളിൽ തബഉ താബിഉകളിൽ പ്രഗൽഭനായ മഹാനല്ലേ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. 4 വർഷം ബഗ്ദാദിൽ താമസിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, ബഗ്ദാദിൽ 4 കൊല്ലം കിട്ടിയപ്പോ ഒരൊറ്റ ദിവസം മുടങ്ങാതെ ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഞാൻ സിയാറത്ത് ചെയ്യാറുണ്ട്. ഇന്നി ലാ തബറകു ബിഖബരി അബീ ഹനീഫത വഅജീഉ ഇലാ ഖബരിഹി കുല്ല യൗമിൻ സായിറാ. ഒരൊറ്റ ദിവസവും മുടങ്ങാതെ ഞാൻ ഖബറിന്റെ അടുത്തേക്ക് ചെല്ലാറുണ്ട്. തൊട്ടടുത്ത പള്ളിയിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിക്കും. എന്നിട്ട് ആ ഖബറിന്റെ അടുത്ത് പോയിട്ട് ഖുർആൻ ഓതും. അള്ളാഹുവിനോട് ഞാൻ അവിടെ വെച്ച് പ്രാർത്ഥിക്കും. അവിടെ വെച്ച് ഞാൻ എന്ത് ചോദിച്ചിട്ടുണ്ടോ എനിക്ക് കിട്ടാത്ത ഒരു കാര്യവുമില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ജീവിതത്തിലേറെ കാണാൻ ആഗ്രഹിച്ച അറിവുകളൊക്കെ കേട്ടപ്പോൾ ഏറെ കാണാൻ പൂതി വെച്ചൊരു മഹാനാണ് ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു. പക്ഷെ കാണാൻ കഴിഞ്ഞില്ലല്ലോ, അതിനു മുമ്പ് തന്നെ വഫാത്തായി പോയില്ലേ. അപ്പൊ ഇനി വഫാത്തായി എന്ന് കരുതിയിട്ട് ബന്ധം വിടണ്ടല്ലോ. ബഗ്ദാദിൽ ഒരു 4 കൊല്ലം നിൽക്കാൻ ചാൻസ് കിട്ടിയപ്പോൾ ഒരൊറ്റ ദിവസം വിടാതെ എത്ര കൂട്ടിയൊക്കെ നിങ്ങൾ? ഒരു വർഷത്തെ സിയാറത്ത് എന്ന് പറഞ്ഞാൽ 360 ദിവസം മൊത്തല്ലേ? ഇത് മൊത്തം സിയാറത്ത്. 2-ാം വർഷം അങ്ങനെ, 3-ാം വർഷം അങ്ങനെ, 4-ാം വർഷം അങ്ങനെ തന്നെ. ഔലിയാക്കളൊക്കെ അങ്ങനെയാണ്. അവരൊക്കെ സുഹൃദ് ഉണ്ടാക്കിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാർഗം, അവരെ ഖൽബിൻ ആഖിറത്തിലേക്ക് അള്ളാഹുവിലേക്ക് തിരിച്ചുവിട്ടതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാർഗം സിയാറത്താണ്. ഹത്താ സുർത്തുമുൽ മഖാബിർ, മഖ്ബറകൾ സിയാറത്ത് ചെയ്യണം. മഖ്ബറകൾ സിയാറത്ത് ചെയ്യുമ്പോൾ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ മഖ്ബറകളിൽ സിയാറത്തിന് പോകുന്ന മനുഷ്യൻ അവന്റെ മനസ്സിൽ മരണത്തിന്റെ ചിന്ത വരും. മരിക്കണമല്ലോ, മരിച്ചിട്ട് ഇതുപോലെ വന്ന് കിടക്കണമല്ലോ എന്നുള്ള ചിന്ത ആവർത്തിച്ച് വരും. അതുകൊണ്ട് മഖ്ബറയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അദബുകളൊക്കെ പാലിക്കണം, നല്ല വുളൂ വേണം. പൊതു മഖ്ബറയിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ തുടക്കത്തിൽ ഒരു സലാം മൊത്തത്തിൽ എല്ലാവരോടും പറയണം. എന്നിട്ട് ഖബറിന്റെ മേലെ ചവിട്ടാതെ പതുക്കൊരു വഴിയിലൂടെ നടന്നു ചെന്ന് നീ ഉദ്ദേശിക്കുന്ന ഖബറാളി ആരാണോ അവരോട് മുഖാമുഖമായി നിന്ന് സലാം പറയണം. മനസ്സിലായോ? മുഖാമുഖമായി നിന്ന് സലാം പറ. പിന്നല്ല സലാം പറയേണ്ടത്. ഇത് വാപ്പാന്റെ ഖബറാണ്, ഇവിടെ നിന്നല്ല സലാം പറയേണ്ടത്, മുന്നിന്ന് ഇങ്ങോട്ട് സലാം. സലാം എവിടുന്നാ പറയണ്ടേ? മുഖം എവിടെ? അവിടെ അല്ലേ? മുന്നിന്ന് ഇങ്ങോട്ട്. ദ്വാരക്കേണ്ടത് പിന്നിന്നാണ്. സലാമും ദ്വാ ഒക്കെ പിന്നിന്നല്ല, സലാം മുന്നിന്ന്. സലാം പറഞ്ഞിട്ട് നേരെ പിറകിൽ വന്ന് നിൽക്കുക ദ്വാരക്കും. ഇതുവരെ അങ്ങനെ ചെയ്ത് നാളെ മുതൽ അങ്ങനെ ചെയ്തോളി, അങ്ങനെയാണ് അതവ്. എന്നിട്ട് തിരിച്ചു പോരുമ്പോൾ ദ്വാ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോഴും മുന്നിൽ പോയിട്ട് സലാം പറഞ്ഞു പോരുക. പോകുമ്പോൾ 2 സലാമുണ്ട്, വരുമ്പോൾ 2 സലാമുണ്ട്. മനസ്സിലായോ? പോകുമ്പോൾ മഖ്ബറിന്റെ തുടക്കത്തിൽ നിന്നൊരു സലാം, അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അങ്ങനെ നമ്മളിങ്ങനെ കുറേ ദൂരം ഉണ്ടെങ്കിൽ ഇടക്കിടക്കിങ്ങനെ സലാം പറയുന്ന ഓതുന്നൊക്കെ നല്ലതാണ്. നമ്മളെ അപ്പാക്ക് മാത്രം കിട്ടിയാൽ മതി ചിന്തിക്കരുത്. ഇങ്ങനെ പോവുകയാണ്, ഒരു 2-3 മിനിറ്റ് നടക്കണം വാപ്പാന്റെ കബറിനടുത്തേക്ക് എത്താണെങ്കിൽ. ഇങ്ങനെ പോകുമ്പോൾ ഖുർആനൊക്കെ ഇങ്ങനെ ഓതി പോയിക്കോളി. അപ്പുറത്തോ കിടക്കുന്ന കബറാളികളില്ലേ, ദുന്യാവിൽ അവർക്കൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടാകൂല. എന്നാലും മരിച്ചിട്ടെങ്കിലും എന്തെങ്കിലും കിട്ടിക്കോട്ടെ. അതുകൊണ്ട് ആ പോകുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ സൂറത്ത് ഓതിയിട്ട് ഖുൽ ഹുവല്ലാഹു അഹദോ അല്ലെങ്കിൽ സ്വലാത്തോ എന്തെങ്കിലുമൊക്കെ ചൊല്ലിയിട്ട് ദിക്റൊക്കെ ചൊല്ലിയിട്ട് അങ്ങനെ പോകണം. പോയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഖബറാളിയുടെ അടുത്തെത്തുമ്പോൾ മുഖത്തോട് മുഖം നിന്ന് അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും യാ അബീ, അസ്സലാമു അലൈക്കും യാ ജദ്ദി, അസ്സലാമു അലൈക്കും യാ ഉമ്മീ, അല്ലെങ്കിൽ വലദി, അല്ലെങ്കിൽ സൗജത്തി, എന്താണോ ഉദ്ദേശിച്ചത് സലാം പറഞ്ഞിട്ട് നേരെ പിറകോട്ട് നിന്ന് ഫാത്തിഹ ഓതി നല്ലോണം ദുആ ചെയ്യുക. മഖ്ബറയിലുള്ള മൊത്തത്തിൽ എല്ലാവർക്കും ദുആ ചെയ്യുക. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വരുന്ന എല്ലാ ദിവസവും
9 ദിവസത്തിൽ ഒരു ദിവസം ഏതായാലും ആ വീട്ടിൽ വരും ആദ്യകാലത്ത്. പിന്നെ അത് 2 ദിവസമായി മാറി. അതെങ്ങനെയെന്നറിയോ? സൗദാ ബീവി റളിയല്ലാഹു അൻഹ ആ ദിവസത്തെ അള്ളാഹുവിന്റെ റസൂലിന് സംഭാവന കൊടുത്തു. ലോകത്തൊരു പെണ്ണും കൊടുക്കൂല അത്തരത്തിൽ വലിയൊരു ഓഫർ. സൗദാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ എൻ്റെ അടുത്തേക്ക് വരുന്ന എത്ര വയസ്സായാലും കൊടുക്കൂല, അങ്ങ് നോക്കണ്ടി. സൗദാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എൻ്റെ അടുത്തേക്ക് വരുന്ന ദിവസം പകല് തങ്ങളൊന്ന് വന്ന് സംസാരിച്ച് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു പോയാൽ മതി, രാത്രി ഞാൻ ആയിഷ ബീവിക്ക് വേണ്ടി വിട്ടു തന്നു. സൗദാ ബീവിന്റെ ഒരു ഹദിയ, സൗദാ ബീവി കൊടുത്തൊരു ദാനം. എത്ര വലിയ ദാനമാണ്! മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിക്ക് വേണ്ടി, ഹുബ്ബിന് വേണ്ടി. അതാണ് അവരൊക്കെ ഹുബ്ബ്. സാധാ ഒരു പെണ്ണ് സമ്മതിക്കോ? ഇനിയിപ്പോ ആ പെണ്ണിന് ബന്ധപ്പെടാൻ പറ്റാത്ത ഹൈദിന്റെ അവസ്ഥയാണെങ്കിലും എന്നാലും വേണ്ടിയിൽ അങ്ങോട്ട് വരണം തന്നെ പറയാം, അല്ലേ? എന്റെ രാത്രി എനിക്ക് തന്നെ വേണം, അത് ഏതാൾക്കും ഞാൻ വിട്ടുതരില്ല എന്നല്ലേ പറയാ. ഒരു അവകാശമാണ്. പക്ഷെ ആ അവകാശം പോലും ഹദിയ കൊടുത്തു, സംഭാവന കൊടുത്തു, ഹിബത്തായി കൊടുത്തു. അപ്പൊ പിന്നെ 2 ദിവസമായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ എല്ലാ രാത്രിയിലും അവസാന സമയത്ത് അഥവാ അത്തായത്തിന്റെ നേരമാകുന്നതിന്റെ മുമ്പ് യഖ്റുജു ഇലൽ ബഖീഅ്, തങ്ങൾ ജന്നത്തുൽ ബഖീയിലേക്ക് പുറപ്പെടാറുണ്ട്. എന്നിട്ട് അവിടെ എത്തിയിട്ട് തങ്ങൾ മൊത്തത്തിൽ ദ്വാരക്കും, അല്ലാഹുമ്മ ഗ്ഫിർ ലി അഹ്ലി ബഖീൽ ഗർഖദ്, അല്ലാഹുവേ ജന്നത്തുൽ ബഖീൽ കിടക്കുന്ന എല്ലാവർക്കും നീ പുറത്തു കൊടുക്കുക അല്ലാഹ്. എല്ലാവർക്കും വേണ്ടി തങ്ങൾ ദുആ ചെയ്യും. എന്നാ മരിച്ചവർക്ക് മാത്രാണോ ദുആ? അല്ല, ജീവിച്ചിരിക്കുന്നവർക്കും അവിടുന്ന് ദുആ ചെയ്തിട്ടുണ്ട്. ഇർഹമില്ലാഹുമ്മൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഖിരീൻ, നമ്മിൽ നിന്ന് നേരത്തെ പോയവർക്കും ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകാനിരിക്കുന്നവർക്കും എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. ഖബർ സിയാറത്തിന് നല്ല ഒരു തെളിച്ചമുള്ള സമയം, മറ്റൊരു ശുഗലൊന്നും ഖൽബിലേക്ക് വരാത്ത സമയം. അത്തായത്തിന്റെ ആ നേരത്താണ് തങ്ങൾ പോയി ജന്നത്തുൽ ബഖീൽ വെച്ച് ദുആ ചെയ്തത്. പ്രത്യേക രാവുകളാകുമ്പോ ദീർഘിച്ച ദുആ നടത്തിയിട്ടുണ്ട്. ബറാഅത്തിന്റെ രാവിലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. എത്ര നേരമാണ് ജന്നത്തുൽ ബഖീൽ വെച്ച് തങ്ങൾ ദുആ ചെയ്തത്. സഹോദരങ്ങളെ, ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നു, നീ നിന്റെ സിയാറത്തിന്റെ ആളുടെ അടുത്തേക്ക് പോയി നിൽക്കുമ്പോ ഒരു മഹാനുഭാവനാണെങ്കിൽ ആ മഹാനുഭാവൻ അല്ലാഹു കൊടുത്ത കറാമത്തൊക്കെ നീ വിലയിരുത്തണം. ആ മഹാനുഭാവന് ദിവസം കിട്ടുന്ന ഫാത്തിഹയൊക്കെ നീ വിലയിരുത്തണം, സലാമൊക്കെ വിലയിരുത്തണം. ഞാനൊന്ന് മരിച്ചാൽ എനിക്കിതുപോലെ സലാം കിട്ടുമോ? എനിക്കതിൽ വല്ല വകുപ്പും ഉണ്ടോ? കാണാത്തവരും ഇവിടെ വരുന്നു, സിയാറത്ത് ചെയ്യുന്നു, ഫാത്തിഹ ഓതുന്നു, സലാം പറയുന്നു, നേർച്ച കൊടുക്കുന്നു, സംഭാവന കൊടുക്കുന്നു. അവരവിടെ കിടക്കുന്ന കാരണം ഒരുപാട് ദർസ് അവരെ കൊണ്ട് നടക്കുന്നു, ഒരുപാട് സ്ഥാപനങ്ങൾ അവരെ കൊണ്ട് നടക്കുന്നു, ഒരുപാട് യതീമുകൾ അവരെ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, ഒരുപാട് ആളുകൾക്ക് അവർ കാരണമായി, സാന്ത്വന സ്പർശമായി ഒരുപാട് സംഭാവന ലഭിക്കുന്നു. അവരുടെ ജീവിതവും ലാഭമാണ്, മരണവും ലാഭമാണ്. മഹാന്മാരുടെ മഖ്ബറയുടെ അടുത്ത് വെച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോ അറ്റമില്ലാത്ത ചിന്തകൾ ലഭിക്കും. അതേ സമയത്ത് സാധാരണ ആളുകളുടെ മഖ്ബറയിലേക്ക് ചെന്നിട്ട് നല്ല അതവോടുകൂടെ നിന്നിട്ട്, അതാ ജീവിതകാലത്ത് നീ നല്ല അടുപ്പമുള്ളവരാണെങ്കിൽ അടുത്ത് നിൽക്കണം, അല്ലെങ്കിൽ നല്ല ബഹുമാനത്തോടെ കുറച്ച് അകന്ന് നിൽക്കണം. ഇവിടെ കോഴിക്കോട് നഗരങ്ങളിൽ ഒരുപാട് മഹാന്മാര് അന്തിയുറങ്ങുന്നുണ്ട്. നിങ്ങൾ ജീവിതകാലത്ത് അവരെ കണ്ടിട്ട് നല്ല അടുപ്പം പാലിച്ചോ, എന്നാ അതേപോലെ അടുപ്പം ഇപ്പോഴും പാലിച്ചോളൂ. കണ്ടിട്ടില്ലേ എന്നാ ബഹുമാനത്തോടെ അകലം പാലിച്ചോളൂ. അങ്ങനെയാണ് ഇമാം നബി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച അദബ്. വയഖുറുബു സായിറുഹു ഖഖുർബിഹി ഹയ്യാ, നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമുക്ക് അവരെ പറ്റി ബഹുമാനങ്ങളൊക്കെ അറിയാം, പക്ഷേ നമ്മൾ അടുപ്പമില്ല. നമ്മളെ കൽബ് കൊണ്ട് തന്നെ അടുത്തിട്ടില്ല, അടുക്കാനാ വരുന്നത്. അതെങ്ങനെയാണ്? ആകങ്ങോട്ട് ഒന്ന് മഖ്ബർ അങ്ങോട്ട് കെട്ടിപ്പിടിക്കലല്ല, മഖ്ബറിനോട് ചാരി ഒട്ടി നിൽക്കലല്ല, ഒന്ന് അകന്ന് ബഹുമാനത്തോടെ സിയാറത്ത് ചെയ്തു വരണം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഖുബ്ബ ഇപ്പോഴും മിസ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മഖ്ബറിന്റെ മേലുള്ള ഖുബ്ബ കാണുന്നിടത്ത് വെച്ച് സലാം പറഞ്ഞ് പിരിഞ്ഞു പോയ മഹാനാണ് ഇമാമുൻ നബവി റളിയല്ലാഹു തആല അൻഹു. എന്തേ ആ ഇമാം നബി തങ്ങൾ അദബ് പഠിപ്പിച്ചത്? യഖുറുബു സായിറുഹു ഖുർബിഹി ഹയ്യാ,
നല്ല ബഹുമാനത്തോടെ വേണം നിൽക്കാൻ. ബാപ്പാന്റെ അടുത്ത് മകൻ നല്ല അടുത്തല്ലേ നിൽക്കല്, അകന്ന് നിൽക്കണ്ട, അടുത്തന്നെ നിന്നോളൂ. ഉമ്മാന്റെ അടുത്ത് അടുത്തല്ലേ നിൽക്കല്, അടുത്ത് നിന്നോളൂ. അത്ര അടുപ്പത്തിൽ നിൽക്കോ ഉസ്താദിന്റെ അടുത്ത്? ഇല്ലല്ലോ, കുറച്ച് അകന്നല്ലേ നിൽക്കല്. ബാപ്പാനോട് അടുത്ത് നിൽക്കുമ്പോൾ ഉസ്താദിനോട് അടുത്ത് നിൽക്കൂലല്ലോ, കുറച്ച് ബഹുമാനത്തിൽ നിന്നിട്ടല്ലേ ക്ലാസ് തന്നെ കേൾക്കല്. ഒന്നുകൂടി ബഹുമാനത്തോടെ മാറി നിന്ന് നല്ല ബഹുമാനം പാലിച്ച് സിയാറത്ത് ചെയ്തോളൂ. സിയാറത്തിൽ നിങ്ങൾ കാണിക്കുന്ന ബഹുമാനത്തിനാണ് ഏറ്റവും വലിയ വില, അതിനാണ് ഏറ്റവും വലിയ ബഹുമാനം, ഏറ്റവും വലിയ സ്വീകാര്യത. എന്നിട്ട് ആ മഖ്ബറയിലുള്ള ആളുകളെ സംബന്ധിച്ചൊന്ന് ചിന്തിക്കണം. അവരെ കുടുംബങ്ങൾ നാട്ടിലുണ്ട്, അവരെ സമ്പത്ത് നാട്ടിലുണ്ട്. സുബ്ഹാനല്ലാഹ്, അവരേതെല്ലാം തരത്തിൽ ജീവിച്ചവരാണ്, ഏതെല്ലാം തരത്തിൽ നല്ല സമ്പത്ത് സമ്പാദിച്ചവരാണ്. പക്ഷേ വിചാരിക്കാത്ത സമയത്ത് മരണം വന്നുപോയി. ഈ സിയാറത്തിന് ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്ന തൊട്ടടുത്തതാ ഒരു ഖബർ കാണുന്നു. ലക്ഷപ്രഭുവാണ്, മക്കയിലേക്ക് പോകാൻ പോലും ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. അയാള് സമ്പത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഹജ്ജിന് പോകാൻ അയാള് മറന്നുപോയി. ഹജ്ജ് അയാൾക്ക് നിർബന്ധമായിട്ടുണ്ട്. പിന്നെ മക്കളാണ് ആ ഹജ്ജ് ചെയ്ത് വീട്ടിയത്. റബ്ബേ, എനിക്കങ്ങോട്ട് പോകാൻ കഴിയില്ലേ? പെട്ടെന്നല്ലേ അയാൾക്ക് മരണം വന്നുപോയി. ഇപ്പൊ അയാളുടെ കഥ എനിക്കറിയില്ലല്ലോ. കുടുംബക്കാര് മുഴുവനും പിരിഞ്ഞുപോയി, കൂട്ടുകാര് മുഴുവനും വീട്ടിലേക്ക് പോയി. ഒറ്റക്കല്ലേ ആ മനുഷ്യൻ അവിടെ നിർത്തിയത്? എത്ര ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, എത്ര താല്പര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞിരുന്നു. വീട്ടിലേക്ക് സമാധാനിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോ മക്കള് പറഞ്ഞു, ബാപ്പാക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. ഇന്നലെ എങ്ങനൊന്ന് പറഞ്ഞു, നടന്നില്ല. കഴിഞ്ഞ വർഷം വേറൊന്ന് പറഞ്ഞു, നടന്നില്ല. ആ ആഗ്രഹങ്ങളെ സംബന്ധിച്ചൊന്ന് ചിന്തിച്ചു നോക്കണം. എത്ര പെട്ടെന്നാണ് ആഗ്രഹങ്ങൾ അവസാനിച്ചു പോയത്. മണ്ണിലേക്കല്ലേ മുഖങ്ങളെ ചേർത്ത് വെച്ചത്. നമ്മുടെ ബെഡില് ഒരു തരി മണലായാൽ തുടച്ച് വൃത്തിയാക്കലില്ലേ? വൃത്തിയാക്കൽ സുന്നത്തുണ്ടല്ലോ. കൊണ്ടുപോയി നമ്മുടെ സുന്ദരമായ മുഖങ്ങളെ ചേർത്ത് വെക്കുന്നത് മണ്ണിലേക്കാണ്. ഖബറിന്റെ ഉള്ളില് ഭാഗങ്ങൾ വിട്ടു വിരിഞ്ഞു പോയി. പല ഭാഗത്തേക്കും ശരീരത്തിന്റെ ഭാഗങ്ങൾ വേർപിരിഞ്ഞു പോയി. ജീവിതത്തിൽ ആഗ്രഹങ്ങൾ മുഴുവനും നടക്കാതെ പോയി. മരണം സ്വീകരിച്ചു പോയി. എന്നിട്ടൊന്ന് ചിന്തിക്കണം, ഞാനിപ്പോ എവിടെയാണ്? ഞാനിപ്പോ കളിയിലാണോ, കാര്യത്തിലാണോ? ഞാനിപ്പോ സന്തോഷത്തിലാണോ, സമാധാനത്തിലാണോ? കണ്ണടച്ച് വെച്ച് ചിന്തിച്ചിട്ട് നീ ഒന്ന് ആലോചിച്ച് കരയണേ. മഖ്ബറ സിയാറത്തിന് വെറുതെ പോയി ചുമ്മാ വന്നാൽ ഈ പറഞ്ഞ സുഹൃദ് ലഭിക്കൂല. ഹത്താ സുർത്തുമുൽ മഖാബിർ, ദുനിയാവിന്റെ അലച്ച മാറിയിട്ട് ആഗ്രഹങ്ങളൊക്കെ കുറച്ചിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മനസ്സ് തിരിയണോ? നന്നായി ഒന്ന് ചിന്തിക്കണേ. ചിന്തിച്ചിട്ട് സഹോദരങ്ങളെ കാര്യങ്ങൾ വിലയിരുത്തണം. നമ്മുടെ ജീവിതത്തിന്റെ ഗതിവിഗതികളെ കുറിച്ച് ചിന്തിക്കണം. മഖ്ബറിന്റെ അടുത്ത് വെച്ച് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ലഭിക്കും. മഹാന്മാർ എന്തെല്ലാം അത്ഭുതങ്ങൾ മഖ്ബറിന്റെ അടുത്ത് വെച്ച് കണ്ടു. സുബ്ഹാനല്ലാഹ്, ഒന്നും രണ്ടുമാണോ? ധാരാളം അത്ഭുതങ്ങൾ കണ്ട മഹാന്മാരെ കേട്ടിട്ടില്ലേ? മഖ്ബറിന്റെ അടുത്ത് വെച്ച് തന്നെ നിങ്ങൾ നോക്ക്, സ്വാലിഹീങ്ങളിൽപ്പെട്ടൊരു മഹാൻ ഇമാം യാഫി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. അദ്ദേഹം അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചോനെ, ഈ മഖ്ബറയിലുള്ള ആളുകളെ സ്ഥാനങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരണം. അങ്ങനെ ഞാൻ അള്ളാഹിനോട് ചോദിച്ചപ്പോ ഒരു രാത്രി ഞാൻ കണ്ടു, ഖിയാമത്ത് നാളായ രൂപം എനിക്ക് അള്ളാഹു കാണിച്ചു തന്നു. ഖബറുകളൊക്കെ പിളർന്നിട്ട് ആ ഖബറിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് കാണുന്ന രൂപമാണ്. നോക്കുമ്പോ ഖബറിന്റെ ഉള്ളില് അന്നാഇമു അല സുന്ദുസി, പട്ട് ധരിച്ച് ഉറങ്ങുന്നവരുണ്ട്. അതിൽ തന്നെ അന്നാഇമു അലൽ ഹരീരി വദ്ദീബാജ്, അതേ നല്ല കട്ടിയുള്ള പട്ടും നിർമ്മലമായ പട്ടും വിരിപ്പാക്കി ഉറങ്ങുന്നവരുണ്ട്. അന്നാഇമു അലസ് സുറുറി, കട്ടിലുകളുടെ മേൽ ഉറങ്ങുന്നവരുണ്ട്. അന്നാഇമു അലർ റൈഹാൻ, നല്ല സുഗന്ധ ചെടികൾ ചുറ്റുഭാഗത്തും മുളച്ചതിന്റെ സുഗന്ധം ആസ്വദിച്ച് ഉറങ്ങുന്നവരുണ്ട്. വമിൻഹുമുൽ ലാഹിഖു, ഖബറാളികളിൽ ചിരിക്കുന്നവരുണ്ട്. വമിൻഹുമുൽ ബാക്കി, ഖബറാളികളിൽ കരയുന്നവരുണ്ട്. ഞാൻ ചോദിച്ചു, റബ്ബേ, എല്ലാവർക്കും ഒരേ ബഹുമാനം കൊടുക്കാതെ വ്യത്യസ്ത ബഹുമാനങ്ങൾ കൊടുക്കാനുള്ള കാരണം ഈ മനാസിറുൽ അമാൽ,
ചിലർക്ക് കട്ടിൽ കൊടുത്തു, ചിലർക്ക് പട്ട് വസ്ത്രം കൊടുത്തു, ചിലർക്ക് പട്ട് വിരിപ്പാക്കി കൊടുത്തു, ചിലർ പുഞ്ചിരി മാറാതെ ഖബറിൽ സന്തോഷത്തോടെ കിടക്കുന്ന കാണുന്നില്ലേ? കരയുന്നവരെയും കണ്ടില്ലേ? ദുനിയാവിൽ ചെയ്തു വെച്ച അമലുകളുടെ ഗതികൾക്കനുസരിച്ച് നൽകിയ മാറ്റങ്ങളാണ്. അള്ളാഹു നമുക്ക് സന്തോഷാവസ്ഥ തരട്ടെ, അള്ളാഹു നമുക്ക് നല്ല അവസ്ഥ തരട്ടെ. എന്നിട്ട് ഓരോന്നും പറഞ്ഞു കൊടുത്തു. അമ്മാ അസ്ഹാബു സുന്ദുസി, ആ പട്ട് ധരിച്ച ആളുകൾ ആരാന്നറിയോ? കേട്ടോളൂ. ഫഹും അഹ്ലുൽ ഖുലുഖിൽ ഹസൻ, സൽസ്വഭാവത്തിന്റെ ഉടമകളാണ്. സൽസ്വഭാവത്തിന് അല്ല കൊടുത്ത മാർക്ക. നല്ല പട്ട് വസ്ത്രം ധരിച്ചിട്ടാണ് അവർ ഉറങ്ങുന്നത്. കൊണ്ടുപോയി വെക്കുന്ന പട്ടിലാണോ? ഇവിടുന്ന് ഏതെങ്കിലും ആൾക്കാരെ കഫംപുട പട്ടായിട്ട് കൊണ്ട് ചോർമുണ്ട് ആർക്കെങ്കിലും കൊടുത്ത്? മഹാന്മാരെ ഖബറിന്റെ മേലൊരു പക്ഷെ പട്ട് ജാറ് മൂടിയിട്ടുണ്ടോ അല്ലേ? ഇത് ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന അവസ്ഥയാ. സൽസ്വഭാവത്തിന് അള്ളാഹു തആല കൊടുക്കുന്ന സ്ഥാനം എത്ര വലുതാണെന്നറിയോ? ആഖിറത്തിലെത്തുമ്പോൾ മീസാന് ഒരു അമലും ചെയ്യാത്ത ആളെ മീസാനും കാണാൻ മേലോട്ട് ഇങ്ങനെ വരുന്നത്. അപ്പൊ എന്താ സംഗതി എന്ന് ചോദിച്ചു നോക്കുമ്പോൾ അവരെ സൽസ്വഭാവം കൊണ്ട് മീസാന് കട്ടി കൂടിയതാണ്. നാളെ ആഖിറത്തിൽ മീസാനിൽ തുലാസിൽ കനം തൂങ്ങുന്ന ഒരു അമലാണ് അൽ ഖുലുഖുൽ ഹസൻ, നല്ല സ്വഭാവം. ഹുസ്നുൽ ഖുലുഖ്, ഹുസ്നുൽ ഖുലുഖുള്ള ആളുകൾക്കാണ് അല്ലാഹു തആല പട്ടുവസ്ത്രം കൊടുത്തത്. നല്ല സ്വഭാവമാണ്, നല്ല പെരുമാറ്റം. ആരോടും, പുറത്തുള്ള നാട്ടുകാരോട് മാത്രമല്ല, അകത്തുള്ള ആൾക്കാരോടും. അകത്തുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഭാര്യ മക്കളും, ഭാര്യമാരോടും മക്കളോടും ഓരോടൊക്കെ നല്ല പെരുമാറ്റം. പുറത്താള് നല്ല ഡീസന്റ് ആണ്, അകത്തെത്തിയ ആളാകെ പുലിയാണ്. അത് പറ്റൂല. അതല്ല, പുറത്താള് സൈലന്റ് ആണ്, എല്ലാരും പറയും സൈലന്റ് ആണ് ആള്, പക്ഷെ അകത്തെത്തി നോക്കുമ്പോൾ ആള് ചീറ്റപ്പുലിയാണ്. അവിടെ എത്തിയാൽ തന്നെ അപ്പുറത്തുള്ളവർ പറയും ആ പുരയിൽ ആള് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആകാൻ പാടില്ല. ആവശ്യത്തിനൊക്കെ ശബ്ദിക്കണം, ആവശ്യത്തിനൊക്കെ ഒച്ചടണം. എപ്പോഴും ഒച്ചപ്പാടായാലും എങ്ങനെ? ഒച്ചപ്പാട് മാത്രമേ ഉണ്ടാകുള്ളൂ. എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു ഉറക്കൊക്കെ പറയലൊക്കെ ഉണ്ടാകും, കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതോടെ തീരും. പിന്നെ അതിൻ്റെ വെറുപ്പും കാര്യങ്ങളൊന്നുമില്ല. ആ പറഞ്ഞ ഉപദേശം കഴിഞ്ഞ് നല്ല സ്വഭാവത്തോടെ. നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനമായും 3 തലങ്ങളാണ് മേളിക്കേണ്ടത് നല്ല സ്വഭാവങ്ങൾക്ക്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒന്നും പരത്തി പറയാൻ സമയമല്ല, ഞാൻ ചുരുക്കി പറയാം. 3 സ്വഭാവങ്ങൾ മേളിക്കണം. നല്ല ഹുസ്നുൽ ഖുലുഖിന് 3 കാര്യങ്ങൾ വേണം. ഒന്ന്, തുഅ്തി മൻ ഹറമക്, നിനക്ക് തടഞ്ഞവർക്ക് നീ അങ്ങോട്ട് കൊടുക്കുക. കഴിയോ? ഇങ്ങോട്ട് തരാത്തവർക്ക് അങ്ങോട്ട് കൊടുക്കാം. അതാണ് മനസ്സ് വേണ്ടത്. വിളിക്കാത്ത കല്യാണത്തിന് പോകുമോ? അങ്ങനെ പോകണം. ഞാനിവിടെ ആലോചിക്കുന്നത്, ഇത് വിഷയം പറഞ്ഞപ്പോൾ ഓർമ്മ എന്ന് ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങളെയാണ്. അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ. തങ്ങളെ ചരിത്രം ശേഖരിക്കാൻ വേണ്ടി ഞാൻ അവിടെയാണല്ലോ ഓതിയത്. ബഹുമാനപ്പെട്ട ചെറിയ പിസ്താന്റെ എഴുത്ത്. അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, നല്ല ഹിമ്മത്ത് ഇസ്സത്ത് അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ. അവ തങ്ങളെ അനുസ്മരണ ഗ്രന്ഥം ഇറക്കാൻ വേണ്ടി ചരിത്രം ശേഖരിക്കാൻ പോയപ്പോൾ ഒരു മാഷ് എന്നോട് പറഞ്ഞു, ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല. ആളിപ്പോഴും ഉണ്ടെന്ന് എനിക്ക് ഓർമ്മ. അദ്ദേഹം ഒരു മാഷാണ്, ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിനോട് ഒരു അറബി മാഷ തോന്നുന്നുണ്ട്. എന്നോട് പറഞ്ഞു, വല്ലാത്ത ഒരു അനുഭവമാണ് തങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ഞാനൊരിക്കൽ തങ്ങളെ വീട്ടിൽ ചെന്ന് ഇടയ്ക്കിടയ്ക്കിങ്ങനെ സംസാരിക്കണ കൂട്ടത്തിൽ ഞാൻ ഒരു രാഷ്ട്രീയത്തിലൊരു പക്ഷത്താണ്, തങ്ങൾ വേറൊരു പക്ഷത്താണ്. അങ്ങനെ ഉണ്ടാവും, സ്വാഭാവികമല്ലേ. അപ്പം എന്നെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി തങ്ങളൊന്നിങ്ങനെ ചെറിയൊരു ഡോസ് ഇങ്ങനെ എനിക്ക് തന്നു. എൻ്റെ രാഷ്ട്രീയത്തെ പറ്റി തങ്ങളൊന്നിങ്ങനെ ചൂടാക്കിയതാ എന്നെ, ഒരു തമാശക്ക്. അപ്പൊ എനിക്ക് നല്ലോണം ചൂടായി. തങ്ങൾ കാര്യത്തിലല്ല, തങ്ങൾ തമാശയില്ല. പക്ഷെ എനിക്ക് നല്ലോണം ചൂടായി. ഞാൻ ഇങ്ങോട്ട് പോന്നു. പിന്നെ കല്യാണം വന്നപ്പോൾ ഈ ചൂടിലാണ് ഞാനുള്ളത്. ഞാൻ തങ്ങളെ വിളിക്കാൻ വിട്ടുപോയി, വിളിച്ചില്ല. പക്ഷേ കല്യാണം തുടങ്ങുമ്പോൾ 10 മണി ആകുമ്പോഴേക്ക് തങ്ങൾ കല്യാണപ്പുരയിലെത്തി. ഞാനങ്ങ് കരഞ്ഞുപോയി. നീ വിളിച്ചിട്ടില്ലെങ്കിലും ഞാൻ വരുന്നു പറഞ്ഞു തങ്ങളും. തങ്ങൾ അതൊരു സ്നേഹമാണ്, അതൊരു ബന്ധമാണ്. എപ്പോഴെങ്കിലും ഒരു വർത്താനം പറഞ്ഞു ചെയ്തിട്ട് ബന്ധം മുറിയൊന്നുമില്ല. ചൂടായി നീട്ട് മുറിയണ ബന്ധാകാൻ പാടില്ല. ഒരിക്കൽ ചൂടായി, പിന്നെ ദുന്യാവെന്ന് 2 ആൾ നോക്കിയിട്ടില്ല, ആ ബന്ധമല്ല. ചൂടാകലൊക്കെ സ്വാഭാവികമായിട്ട് ജീവിതത്തിൽ ഉണ്ടാവൂലേ. ഒരിക്കൽ വർത്തമാനം പറയും, ചൂടോടെ പറഞ്ഞാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തണുപ്പുണ്ടാവൂലേ. മനുഷ്യന്മാർ ചൂടും തണുപ്പൊക്കെ പ്രകൃതിപ്പെട്ടതല്ലേ. പിന്നെ നന്നാകണം, അങ്ങോട്ട് ചെന്ന് നന്നാകണം. ചൂടാക്കിയ ആളെന്നെ തങ്ങൾ രസമായിട്ട് ചൂടാക്കിയതാ. പക്ഷെ ആ തങ്ങളൊരു മനസ്സ് നോക്ക് നിങ്ങൾ, അവരൊരു സ്നേഹം നോക്ക്, അവരൊരു സ്വഭാവം നോക്ക് നിങ്ങൾ. അവരെ ദർജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. തങ്ങൾ 10 മണിയാകുമ്പോഴേക്ക് കല്യാണപ്പുരയിൽ വന്നപ്പോൾ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. എല്ലാ കല്യാണങ്ങളും തങ്ങൾ ദ്വാരന്നിട്ട് തുടക്കം കുറിക്കും അവിടെ. ഞാനും നിങ്ങൾ വിളിച്ചിട്ടില്ലെങ്കിലും ഞാൻ വരും. എന്താ വർത്താനം? നമ്മളാരെങ്കിലും പറയോ? നമ്മളെങ്ങനെ പറയാറോ? എന്നെ അങ്ങാടിന്ന് സിറ്റിന്നാ വിളിച്ചു, പുരയിലൊന്നും വിളിച്ചില്ല, അതുകൊണ്ട് പോകില്ല. നമ്മളാരാ സഹോദരങ്ങളെ? അവരാരാന്ന് കൂട്ടി നോക്ക്. അവരെത്ര ആലാദരജുള്ള മഹാന്മാരാ.
നമ്മൾ പറയാം നമ്മളെ ഡിമാൻഡോടെ ഞാൻ പോകൂല, എന്നെ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടുന്ന് വിളിച്ചത്, പിന്നെ നിന്നെ കാണാൻ എവിടെ വരണം, ആരാ നമ്മൾ എവിടുന്നെങ്കിലും വിളിച്ചാൽ പോരെ. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ഇങ്ങനെ കുപ്പായത്തിലൊരു മഞ്ഞ കറങ്ങനെ കണ്ടപ്പോൾ, ഇതൊരു മഞ്ഞ നിറം, അത്രയൊക്കെ പുതിയ തേച്ച്, കല്യാണം കഴിഞ്ഞോ? തങ്ങൾ ചോദിച്ചു. അതേ നബിയെ കല്യാണം കഴിഞ്ഞു. കണ്ടോ, എന്നോട് പറയാതെ നിങ്ങൾ കല്യാണം കഴിച്ചോ? ഞാൻ നിങ്ങൾ പോയിക്കോളി, ഇവിടുന്ന് വേണ്ട, അങ്ങനെ പറഞ്ഞോ? തങ്ങൾ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ തങ്ങൾ ചോദിച്ചു, തസവ്വജിത ബിക്രൻ നം സയ്യിബൻ, നിങ്ങൾ നല്ല കന്യക പെണ്ണിനെയാണ് കല്യാണം കഴിച്ചത്, അതല്ല നേരത്തെ ഒരാൾ കല്യാണം കഴിച്ചു ഒഴിവാക്കിയ പെണ്ണിനെയാണ് കല്യാണം കഴിച്ചത്? തസവ്വജിതു സയ്യിബൻ, നബിയെ ഞാൻ വേറൊരാൾ കല്യാണം കഴിച്ചു ഒഴിവാക്കിയൊരു പെണ്ണിനെ കല്യാണം കഴിച്ചത്. അതെന്തേ നിങ്ങൾ അങ്ങനെ ചെയ്തത്? തങ്ങൾ കല്യാണത്തിൻ്റെ വിശേഷങ്ങളാണ് ചോദിക്കുന്നത്. അവിടെ ചുണ്ടിയില്ല, ചൂടില്ല, വിളിക്കാത്തതുകൊണ്ട് പ്രശ്നമില്ല, ഒന്നുമില്ല. നോക്ക് നിങ്ങളുടെ സ്വഭാവം. തങ്ങൾ ചോദിക്കുന്നു, ഹല്ലാ ബിക്രൻ തുലായിബുഹാവ് തുലായിബുക്ക്, നിങ്ങൾക്കും അവർക്കൊക്കെ രസം പങ്കിടാൻ പറ്റുന്ന നല്ലൊരു മധുരപ്പതിനേകാരിയെ കല്യാണം കഴിച്ചുവിടായിരുന്നില്ലേ, നല്ലൊരു ബിക്രായ പെണ്ണിനെ? അപ്പൊ പറഞ്ഞു ജാബിർ റളിയല്ലാഹു നബിയെ, എൻ്റെ അപ്പ ഷഹീദാകുമ്പോൾ വീട്ടിലുള്ള പെങ്ങന്മാരൊക്കെ ചെറിയ കുട്ടികളാണ്, അവരിലേക്ക് ഞാൻ അവരെ കളിക്കൂട്ടുകാരെയായ ഒരു പെണ്ണിനെ കൊണ്ടുവന്നാൽ അവരെ നോക്കാനും കൂടി ഒക്കുന്നൊരു പെണ്ണാകൂലല്ലോ, അതുകൊണ്ടാണ് കുറച്ചുകൂടി ഒരു പക്വതയുള്ള നല്ല ഒരു വിധവയായ പെണ്ണിനെ തന്നെ ഞാൻ കല്യാണം കഴിച്ചത്. തങ്ങൾ ദ്വാരന്ന് കൊടുത്തു, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്നും പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു, വല്ല വലീമത്തും കൊടുത്തോ, സദ്യം കൊടുത്തോ? ഇല്ല നബിയെ, സദ്യ ഒന്നും കൊടുത്തില്ല. എന്നാ പിന്നെ കൊടുക്കണം, ഔലിം വലോ ബിശാത്തിൻ, ഒരാടിനെ അറുത്തിട്ടെങ്കിലും ഒരു സദ്യ കൊടുക്കണം. ഒരാടിനെ അറുത്തിട്ട് പറഞ്ഞാൽ തോനാളൊന്നും വിളിക്കാൻ കഴിയൂല, ഒട്ടകത്തല്ല ആടിനെ പറഞ്ഞേ, ഒരാടിനെ അറുത്തിട്ട് കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് നല്ലൊരു സദ്യ കൊടുക്കണം. കണ്ടോ നിങ്ങൾ? കല്യാണം കഴിഞ്ഞിട്ട് പ്രഗത്ഭനായ സ്വഹാബിയല്ലേ ജാബിർ റളിയല്ലാഹു അൻഹു, തങ്ങൾ വല്ല വിരോധവും പറഞ്ഞു? നമ്മൾ അങ്ങാടിന്ന് വിളിച്ചു, പള്ളിയിലെങ്കിലും വിളിച്ചല്ലോ എന്നല്ല കരുതേണ്ടത്. എന്നെ പള്ളി വിളിച്ച് കൊണ്ട് ഞാൻ പോകില്ല. അപ്പൊ പുരക്കാര് പറയാം, ഇവിടെ വന്നിട്ട് കത്ത് തന്നിട്ട് നിങ്ങളെ കാണാത്തോണ്ടാണ്. അതൊന്നും ശരിയാവൂല. നമ്മളാരാ? ആ വക ഡിമാൻഡ് ഒന്നും വേണ്ട സഹോദരങ്ങൾ, അതൊക്കെ നല്ല സ്വഭാവമല്ല. തൊഴുത്തി മൻഹറമക്, തടഞ്ഞവർക്ക് കൊടുക്കാൻ കഴിയുക, ഇങ്ങോട്ട് തരാത്തവർക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള മനസ്സ്. നമ്മൾ ചോദിച്ച ഒരാളോട്, അയാൾക്ക് നല്ല സമ്പത്തുണ്ടായിരുന്നു, പക്ഷെ അന്ന് തന്നില്ല. ഇന്ന് അയാൾ പരമദരിദ്രനാണ്, നമുക്കറിയാള അവസ്ഥ, പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയി കൊടുക്കണം. നമ്മൾ ചോദിച്ചിട്ട് തരാത്ത വ്യക്തിയാണ് അന്ന്, പക്ഷെ അന്ന് നല്ലോണം ഉണ്ടായിരുന്നു. ഇന്ന് ആള് പരമദരിദ്രനാണ്, ദരിദ്രനാ നമുക്കറിയും, നമ്മളോട് വന്ന് ചോദിക്കണ്ട, നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം. അതാണ് ആ സ്വഭാവം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രണ്ടാമത്തത് തസ്വിലു മൻ ഖതഅക, മുറിച്ച ബന്ധങ്ങളെ നീ ചേർക്കുക, മുറിഞ്ഞ ബന്ധങ്ങൾ നീ ചേർക്കുക. ഒന്ന് താഴ്ന്നു കൊടുക്കേണ്ടി വരും, പക്ഷെ അള്ളാഹിന്റെ അടുത്ത് താഴ്വിൽ ആള് വലിയ ഉയർച്ചയില്ല. ജനങ്ങൾ പറയും, നീ എന്തിനാ താഴ്ന്നു കൊടുത്തതെന്ന്. അതൊരു താഴ്ച അല്ലാതെ, അത് ഉയർച്ചയാണ്. ഉയർച്ചക്ക് ഒരു താഴ്ച ഉണ്ടാവൂലേ? ഒരു താഴ്ച അല്ലാതെ ഉയർച്ചയാണ്. എവിടെയും അറ്റുപോയ ബന്ധങ്ങൾ ചേർക്കുക നല്ല സ്വഭാവമാണ്. എത്ര ബന്ധങ്ങളെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് കൊടുത്തത്. തങ്ങൾ വഫാത്താകുമ്പോൾ മദീനയിൽ ഒരൊറ്റ കുടുംബം പിണങ്ങിക്കടിയുന്ന ബന്ധം മുറിച്ചൊരൊറ്റ കുടുംബമല്ല, എല്ലാവരെയും പൂരിപ്പിച്ച് മനസ്സിണക്കി സമാധാനത്തോടെ സാഹോദര്യത്തോടെ കോർത്തിണക്കിയിട്ടാണ് തങ്ങൾ ലോകത്ത് നിന്ന് വിടവാങ്ങുന്നത്. തസ്വിലു മൻ ഖതഅക തുഅ്തി മൻ ഹറമക തഅഫു അമ്മൻ ളലമക, ആക്രമിച്ച ആളുകൾക്ക് മാപ്പ് കൊടുക്കുക. ചീത്ത പറഞ്ഞിട്ടുണ്ടാകും, അവരെ ഇൽമു കുറവുണ്ടല്ലേ, ബുദ്ധിക്കുറവുണ്ടല്ലേ, വിട്ടുകൊടുക്കുക. അള്ളാഹു നമുക്ക് വിട്ടുതരൂലേ? ഓല ബുദ്ധിമോശം കൊണ്ടല്ലേ നമ്മളെന്തിനാ പുറത്ത് തരൂല എന്ന് പറഞ്ഞത്? മെരിച്ചിയിൽ അയാൾക്ക് വിട്ടുകൊടുത്താളി. അപ്പൊ ചിലർ മെരിച്ചിട്ടല്ലേ ഉള്ളൂ, മാഷറിലെത്തിയിട്ടില്ലല്ലോ, അവിടെ നോക്കാം. അല്ലാഹു റബ്ബി, അയാൾ മെരിച്ചിയിൽ ഞങ്ങൾ പുറത്തു കൊടുത്താളി എന്ന് പറയുമ്പോഴേ ഈ പുറത്ത് കൊടുക്കാനുള്ള ആള് ചോദിക്കുന്ന ചോദ്യമാണ്, മരിച്ചിട്ടല്ലേ ഉള്ളൂ, മാഷറിലെത്തിയില്ലല്ലോ, അവിടെ നോക്കാം. അപ്പൊ ഇയാളൊക്കെ രേഖ ഒക്കെ റെഡിയാക്കി നിൽക്കുകയാണ് മാഷറിൽ മറ്റാളെ ചോദ്യം ചെയ്യാനായിട്ട്. അള്ളാഹു നമുക്ക് മാപ്പ് തരണ്ടേ? അക്രമികൾക്ക് മാപ്പ് കൊടുക്കുക. ഇതാണ് സൽസ്വഭാവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലങ്ങൾ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൽസ്വഭാവികളാണ് പട്ടി വിരിച്ച് കിടക്കുന്നത്. അടുത്ത കണ്ടില്ലേ, അമ്മാ അസ്ഹാബുൽ ഹരീരി വദ്ദീബാജ്, കട്ടിപ്പട്ടും നല്ല പട്ടുവസ്ത്രവും ധരിച്ച് നല്ല സന്തോഷത്തോടെ ഉറങ്ങുന്ന മഹാന്മാര്. ഫഹുമുശ് ശുഹദാ, അവര് രക്തസാക്ഷികളാണ്. അമ്മ അസ്ഹാബുർ റൈഹാൻ, നല്ല സുഗന്ധങ്ങൾ, സുഗന്ധ പുഷ്പങ്ങൾ അവരുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ സുഗന്ധ ചെടികളും പുഷ്പങ്ങളും വിതറിയിട്ട് ഉറങ്ങുന്ന ആൾക്കാരെ കണ്ടില്ലേ? ഫഹുമുസ്സായിമൂൻ, നോമ്പുകാരായിട്ട് മരിച്ചുപോയവരാണ്, നോമ്പ് നോറ്റിട്ടങ്ങ് പിരിഞ്ഞു പോയവർ. ചിരിച്ചു കിടക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ? ഫഹും അസ്ഹാബുത് തൗബ,
ദുനിയാവെന്ന് തൗബ ചെയ്ത് പിരിഞ്ഞു പോയവരാണ്. അല്ല തൗബ സ്വീകരിച്ച സന്തോഷം കൊണ്ട് ഇപ്പോഴും അവർ ഖബറിൽ ചിരിയിലാണ്, സന്തോഷത്തിലാണ്, ഉല്ലാസത്തിലാണ്. വമ്മാ സ്വഹാബുൽ ബുക്കാ, കരഞ്ഞു കിടക്കുന്ന ആളുകളെ കണ്ടോ? ഫഹുമുൽ മുദ്നിബൂൻ, മഹാകുറ്റം ചെയ്ത് പിരിഞ്ഞുപോയ ആളുകളാണ്. അല്ലാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ മാപ്പാക്കി തരട്ടെ. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നു, നമുക്ക് സമയമായി പോയി. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളതിലേക്ക് വരാം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കി തരട്ടെ. നല്ലോണം ഖബറാളികൾക്ക് വേണ്ടി ഹദിയ കൊടുക്കണം, സ്വതക കൊടുക്കണം, അവർക്ക് സന്തോഷം കൊടുക്കണം. മരിച്ചുപോയ ഖബറാളികളില്ലേ, അവർക്ക് കൊടുക്കുന്ന വലിയൊരു സന്തോഷമാണ് സിയാറത്ത്. ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബർ സിയാറത്ത്, അത് ഖബറാളിക്ക് വലിയൊരു സന്തോഷമാണ്. ബാപ്പക്ക് ഉമ്മക്ക് മക്കൾ ചെയ്യുന്ന, കുടുംബക്കാർക്ക് ഉസ്താദുമാർക്ക് മക്കൾ ചെയ്യുന്ന സന്തോഷങ്ങളിൽ ഏറ്റവും വലിയ സന്തോഷം അവരെ ചാരത്ത് പോയിട്ടൊരു സലാം പറയലാണ്. എത്ര കാലമായാലും അത് വിട്ടുപോകരുത്, എത്ര പതിറ്റാണ്ട് കഴിഞ്ഞാലും വിസ്മരിച്ചു പോകരുത്. നമ്മുടെ നാടുകളിലൊക്കെ പഴയ കാലത്ത്, ഇപ്പോഴും ചില നാടുകളിലൊക്കെ ഉണ്ട്, വെള്ളിയാഴ്ചയായാൽ ജുമുഅക്ക് ശേഷം ഒരു സലാം പറയാതെ പോരൂല. ബാപ്പക്കൊരു സലാം പറയട്ടെ, ഉമ്മക്കൊരു സലാം പറയട്ടെ, തിരക്കാണ് എന്നാലും ഒരു സലാം പറയട്ടെ. ഹജ്ജ് കഴിയുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ മക്കയിൽ നിന്ന് നേരെ മദീനയിലേക്ക് വരും. ഒന്ന് സിയാറത്ത് ചെയ്തിട്ടാണ് പിന്നെ മക്കയിലേക്ക് തിരിച്ചു പോകുന്നത്. പതിവാണ്. അതുകൊണ്ടാണ് മദീന സിയാറത്ത്, ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്യുന്നത്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ കിതാബുൽ ഹജ്ജിലാണ് അത് രേഖപ്പെടുത്തിയത് കാണുന്നത്. കിതാബുൽ ഹജ്ജിന്റെ അവസാനം കാണാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യണം, എങ്ങനെ സലാം പറയണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ സലാം തുടങ്ങണം, ഏത് ബാബിലൂടെ പോകണം എന്നൊക്കെ വിവരിച്ചിരിക്കുന്നത് അവിടെയാണ്. അത് സ്വഹാബത്തിന്റെ ഒരു പതിവാണ്. ഹജ്ജ് കഴിഞ്ഞാൽ ഒന്ന് വന്ന് സിയാറത്ത് ചെയ്യുക. ഹജ്ജിന് പോയി സിയാറത്ത് ചെയ്യാതെ ഒരു സലാം പോലും പറയാതെ പോരുന്ന ദുഷ്കന്മാരുണ്ട്, പിണക്കന്മാരുണ്ട്, ഹതഭാഗ്യരാണ്. മൻ ഹജ്ജ ഫലം യസുർനി, ഹജ്ജ് ചെയ്തിട്ട് എന്നെ സിയാറത്ത് ചെയ്യാതെ പോകുന്നവൻ ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണങ്ങിയവനാണ്. ലക്ഷങ്ങൾ മുടക്കിയിട്ട് മദീന സിറ്റി കാണുന്നുണ്ട്, തോട്ടങ്ങൾ കാണുന്നുണ്ട്, ഖൈബറിലേക്ക് പോയിട്ടുണ്ട്, ഖന്തക്കിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഹബീബായ തങ്ങളോടൊരു സലാം പറയാൻ അവരെ മനസ്സിന് സമ്മതമില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരു സലാം പറയാതെ എങ്ങനെ തിരിച്ചു പോരും മദീനയിൽ നിന്ന്? എത്ര കടികട്ടിയുള്ള മനസ്സാ സഹോദരങ്ങളെ, എത്ര കട്ടിയുള്ള മനസ്സ് വേറെ ഏതെങ്കിലും ഉണ്ടോ? ഒരു സലാം പറയാം, ഫാത്തിഹ ഒന്നും ഓലോതണ്ട, ഒരു സലാം പറയാൻ. സലാം പറഞ്ഞേക്കണേ, അത് പറ്റൂല. ആ പള്ളിയിലല്ലേ അവർ നിസ്കരിച്ചത്, തൊട്ടടുത്തല്ലേ അവർ ഉഹുദൊക്കെ അവർ പോയി കണ്ടില്ലേ, ബദറും അവർ പോയി കണ്ടില്ലേ? ഒന്നൊരു സലാം പറയാൻ. അത് ഞങ്ങൾ ടൂർ എന്നുള്ളവർക്ക് പോയതാണെന്നാ ചോദിക്കുമ്പോൾ പറയുന്നത്. അവിടൊക്കെ നിങ്ങൾ പോയില്ലേ ചുമ്മാ ടൂർ എന്നുള്ളവർക്ക് പോയതാണ്. ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് നല്ല ഹദിയകൾ കൊടുക്കണം, സന്തോഷങ്ങൾ കൊടുക്കണം. അതിലേറ്റവും വലിയ സന്തോഷമാണ് അവരെ സിയാറത്ത് ചെയ്യുന്നത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.